നമസ്കാരം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ പ്രതിസന്ധികളേറെ. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധം ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂല തീരുമാനമുണ്ടാകൂ. ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കരുതലെടുക്കുന്നത്. യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കും. തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് സൂചന. തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരും. ദയാധനം സ്വീകരിക്കുന്നതിൽ കൂടി അന്തിമ തീരുമാനത്തിലെത്തലാണ് അടുത്ത ഘട്ടം. വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ രംഗത്തെത്തി. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിച്ചതായി അവകാശപ്പെട്ട് സൗദിയിലെ മലയാളി വ്യവസായിയും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഴി നടത്തിയ ചർച്ചകളും വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് നയിച്ചിരുന്നു. മലയാളി നഴ്സ് നിമിഷപ്രിയയെ ഇന്ന് യമനിൽ വധശിക്ഷയ്ക്ക് വിധേയയാക്കാനുള്ള തീരുമാനം മാറ്റിയതും ആശ്വാസമാണ്. എപ്പോഴേക്കാണ് മാറ്റിവെച്ചതെന്ന് യമൻ ക്രിമിനൽ കോടതി അറിയിച്ചിട്ടില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാന നിമിഷം യമൻ അധികാരികളുടെ മനംമാറ്റം. സുഹൃത്തും യമനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീസ് ഉമർ ബിൻ ഷഫിൾ വഴിയാണ് കാന്തപുരം കേസിൽ ഇടപെട്ടത്. വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 2017 യമൻ പൗരൻ തലാൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ 8 വർഷത്തോളമായി തടവിലാണ് നിമിഷപ്രിയ. ദയാവധനം നൽകി വധശിക്ഷ ഒഴിവാക്കാൻ ഷെയ്ഖ് ഹബീബിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ സൂഫി പണ്ഡിതൻ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി മധ്യസ്ഥ ശ്രമം തുടരുകയാണ്. ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഇന്ത്യക്കാരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കിടക്കുമ്പോൾ മനുഷ്യത്വരഹിതമായ പരിഹാരം കാണാൻ മുൻകൈ എടുക്കേണ്ടത് ദേശീയ താൽപര്യമാണെന്ന ബോധത്തിൽ നിന്നാണ് ഇടപെടലിന് മുതിർന്നത്. ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കാന്തപുരം പറഞ്ഞു. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കാന്തപുരത്തിന് നന്ദി അറിയിച്ചു. നോർത്ത് യമനിൽ ചൊവ്വാഴ്ച നടന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുൾ റഹ്മാൻ അലി മുഷ്മുൾ, യമൻ ഭരണകൂടം പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവർ പങ്കെടുത്തു. വധശിക്ഷ മാറ്റിവെച്ചെന്ന രേഖ മാർക്കസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പുറത്തുവിട്ടു. യമനുമായി നയതന്ത്രതല ഇടപെടൽ പരിമിതമായിരിക്കെ വ്യക്തിബന്ധം ഉപയോഗപ്പെടുത്തിയായിരുന്നു കാന്തപുരത്തിന്റെ അനുനയ നീക്കം നിർണായകമായത്. ചാണ്ടി ഉമ്മനാണ് കാന്തപുരത്തിന്റെ സഹായം തേടിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും താൽപര്യമെടുത്ത വിഷയമെന്ന നിലയിൽ വൈകാരികമായാണ് മകൻ ചാണ്ടി ഉമ്മന്റെ ഇടപെടൽ. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആരോഗ്യമുഖവുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫിൾ ഇടപെടൽ തുടർന്നാൽ അനുകൂല തീരുമാനം ഉണ്ടാകും.